വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഞാനെന്നും വിചാരിക്കട്ടോ ഇതുപോലെയൊക്കെ ഇങ്ങനെ ഇൻട്രോ പറഞ്ഞ് അങ്ങനെ റെസിപ്പിയിലേക്ക് കടക്കണം എന്നൊക്കെ ഞാൻ വല്ലാണ്ട് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് മടിയാണ്. പിന്നെ എപ്പോഴെങ്കിലൊക്കെയാണ് ഞാൻ ഇതുപോലെ ഇൻട്രോ പറഞ്ഞ് അങ്ങനെ റെസിപ്പിയിലേക്ക് കടക്കുന്നത്. അപ്പോഴേ നമ്മൾ ഇന്നൊരു ട്രെൻഡിങ് റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കേട്ടോ. വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു റെസിപ്പി ആയിരുന്നു. സാധാരണ എല്ലാ ട്രെൻഡിങ്ങും അതിൻ്റെ ബഹളവും കോലാഹലവും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മിക്ക റെസിപ്പീസും കുത്തിപ്പൊക്കി കൊണ്ടുവരും. അങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടുവരുമ്പോഴാണ് എനിക്കൊരു മനസ്സുഖം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പാൽപുട്ട് അഥവാ പാപ്പുട്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു കോംബോ ഞാൻ പറയുന്നത് നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ചിക്കൻ കറി. ഈ ചിക്കൻ കറിയും ഈ പാൽപുട്ടും അടിപൊളി കോംബോ ആണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ പാൽപുട്ട്. പാൽപുട്ട് തയ്യാറാക്കാൻ വേണ്ടി വറുത്ത അരിപ്പൊടി 1 കപ്പ് എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടി തന്നെ എടുക്കണം കേട്ടോ. ഒരു നുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, തേങ്ങ ചിരകിയത് 1 പിടി, പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 വലിയ ഗ്ലാസ് പാല്. അതെല്ലാം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കാരണം ഇത് ഒന്ന് ഡബിൾ ആയതിന് ശേഷമാണ് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കേണ്ടത്. നമുക്കിനി ഇത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ വട്ടയപ്പൊക്കെ ഉണ്ടാക്കുന്ന പാത്രമല്ലേ, അതേപോലത്തെ ഒരു വട്ടപാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് നെയ്യാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചെറിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലേശം അലങ്കാരത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. വേണ്ടെങ്കിൽ തേങ്ങ അധികം താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ ഇത് എടുത്തിട്ട് നമുക്കിത് സ്റ്റീം ചെയ്യാനുള്ള പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി ഇവിടെ വെള്ളം തിളച്ചിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. ആവിൽ വേവിക്കാൻ വെച്ച് നമ്മുടെ പാൽപുട്ട് വെന്തോന്ന് അറിയാൻ വേണ്ടി ഇതുപോലത്തെ ടൂത്ത് പിക്ക് ഇട്ടിട്ട് ഒന്നൊന്ന് കുത്തി നോക്കുക. ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഒട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ പാൽ കേക്ക് അല്ലല്ലോ, പാൽപുട്ട് ഇവിടെ പെർഫെക്റ്റ്ലി കുക്കായിട്ടുണ്ട്. ഇനി ഞാനത് കട്ട് ചെയ്ത് കൂടി കാണിക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ പാൽപുട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഞാനതിങ്ങനെ കട്ട് ചെയ്ത് കാണിച്ച് കുറച്ചും കൂടി ഡീപ്പായിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല പറ്റിയൊരു റെസിപ്പിയാണ്. ഇതിൻ്റെ കോംബോ ആയിട്ട് നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറിയൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലൊരു പീസ് എടുത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഉള്ളു നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇതാ കണ്ടോ, ഉള്ളൊക്കെ നല്ല കുക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ്. കണ്ടോ, എത്രയേ ഉള്ളൂ. പെട്ടെന്ന് നമ്മുടെ പണി തീരുന്ന ഒരു നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നല്ല അടിപൊളി. ഇതിൻ്റെ കൂടെ നല്ല എരിവുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ഇറച്ചിക്കറി അല്ലെങ്കിൽ ബീഫ് കറിയൊക്കെ ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് കോംബോ ആണ് കേട്ടോ. ഇതും ആ ഒരു ചിക്കൻ കറിയും കൂട്ടി അല്ലെങ്കിൽ ആ കുറുകിയ ചാറോട് കൂടിയുള്ള ബീഫ് കറിയും കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കാം. നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസിലൂടെ പറയണം കേട്ടോ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞാൻ എഴുതുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.